അയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. എന്തായാലും അമേരിക്കയുമായുള്ള സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിന് തൊട്ടുപിന്നാലെ പശ്ചിമേഷ്യയിൽ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഭൗമ രാഷ്ട്രീയപരമായി വളരെയധികം പ്രാധാന്യം ഉള്ള ഈ ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ ക്ഷണത്തോട് ഇന്ത്യ പക്ഷേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ഇറാൻ എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നീക്കം എന്ന വിലയിരുത്തലും വരുന്നു. ഒരുപാട് കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഖമേനിയുടെ അന്ത്യകർമ്മങ്ങൾ ജൂലൈ 4-ന് ആരംഭിച്ച് ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ സംസ്കാരത്തോടെ സമാപിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലും അമേരിക്കയും ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നാണ് 36 വർഷത്തോളം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന 86-കാരനായ അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം മൃതദേഹം എത്രയും വേഗം അടക്കം ചെയ്യണമെന്നുണ്ട് എങ്കിലും യുദ്ധ സാഹചര്യങ്ങളിൽ ഇതിൽ ഇളവുകൾ അനുവദനീയമാണ്. ഫെബ്രുവരിയിലെ കൊലപാതക ശേഷം ഖമേനിയുടെ സംസ്കാര തീയതിയെക്കുറിച്ച് പലതവണ നിരവധി ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. പുതിയ വിവരങ്ങൾ അനുസരിച്ചാണ് ജൂലൈ 7-ന് ടെഹ്റാനത്തേക്കുള്ള വിശുദ്ധ നഗരമായ ഖോമിലും പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നത്. ടെഹ്റാൻ, മഷാദ്, ഖോം എന്നിവിടങ്ങളിൽ നടക്കുന്ന വിടവാങ്ങൽ ചടങ്ങുകളിൽ ഏതാണ്ട് 2 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കും എന്നാണ് വിലയിരുത്തൽ. ഇത് യാഥാർത്ഥ്യമായാൽ 1989-ൽ ഇറാന്റെ സ്ഥാപകനായിട്ടുള്ള റൂഹുല്ല ഖൊമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 1 കോടി ജനങ്ങളുടെ റെക്കോർഡ് പഴങ്കഥയാകും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ ലോക നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അതേസമയം അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് മാർച്ച് 8 മുതൽ അദ്ദേഹത്തിന്റെ മകനായ മുസ്തഫ ഹൊസൈനി ഖമേനിയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതല ഏറ്റിട്ടുള്ളത്. എന്നാൽ മുസ്തഫ നിലവിൽ കോമയിലാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ റിപ്പോർട്ടുകളാണ് മാർക്കോ റൂബിയോ, പീറ്റ് ഹെക്സത്ത് തുടങ്ങിയ പ്രമുഖ US ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നത്. പശ്ചിമേഷ്യ കടുത്ത പ്രതിസന്ധിയിലാക്കിയ യുദ്ധത്തിന് ഒടുവിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വെവ്വേറെ ഡിജിറ്റൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ട് ചരിത്രപരമായ സമാധാന കരാറിൽ എത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള ദീർഘകാല സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് ഇതുവരെയും പുറത്ത് അറിഞ്ഞിട്ടില്ല, പുറത്ത് വിവരം വന്നിട്ടില്ല. യാതൊരു പ്രഖ്യാപനങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇറാൻ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലുള്ള ഒരു ലോക നേതാവിനുമായുള്ള ആ ഒരു ബന്ധത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഔദ്യോഗിക ക്ഷണത്തിന് പിന്നിലൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതി. ന്യൂസ് ഡെസ്ക് കർമ്മ.